കുറ്റക്കാർ വകുപ്പിലുണ്ട് അവരെ പുറത്താക്കി പുറത്തുള്ള ആളുകളെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ പോവുകയാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പേരാമ്പ്ര ബൈപ്പാസിൽ EMS ജംഗ്ഷന് സമീപത്ത് അവർ ചെറിയ രീതിയിലുള്ള മൺമസ്ക് കച്ചവടമൊക്കെ ആയിട്ട് ഇതിൽ കീർത്തന എന്ന് പറയുന്ന ആളാണ് അതിന് നേതൃത്വം നൽകിയത്. ഇവർക്ക് വേണ്ടി ഇവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എടുത്തതായിട്ടാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം യാതൊരുവിധ പരാതികളും ഒരു ആക്ഷനും എടുക്കാത്ത ഒരു BPC ആയിരുന്നു പേരാമ്പ്ര BRCയിൽ ഉണ്ടായിരുന്നത്. നമസ്കാരം. പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പോലീസും ഡാൻസാപ്പ് സംഘവും അറസ്റ്റ് ചെയ്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം യുവജന സംഘടനകളുടെയും KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിൽ വലിയ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പോൾ ഈ ലഹരി കച്ചവടത്തിന്റെ പേരിൽ അറസ്റ്റിലായിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് KSU പേരാമ്പ്ര നിയോജക മണ്ഡലം അധ്യക്ഷനായിട്ടുള്ള അമിതാണ്. അമിത് ബ്രോ, ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് വലിയ നേതൃത്വം കൊടുത്ത ആളാണ് ഇപ്പൊ അറസ്റ്റിലായിരിക്കുന്നത്. പേരാമ്പ്രയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി സൂംബ ഡാൻസുകൾ പോലുള്ള യോഗ പരിശീലനങ്ങൾ പോലുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയ അധ്യാപകരാണ് വലിയൊരു ലഹരി മാഫിയയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പേരാമ്പ്രയിലെ വിദ്യാർത്ഥി സമൂഹത്തിന് വലിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഏത് രീതിയിൽ ചെന്ന് അവസാനിക്കും എന്നുള്ള ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് DYSPക്കും DGPക്കും SPക്കും ഉൾപ്പെടെയുള്ള പോലീസ് അധികാരികൾക്ക് മുമ്പിൽ KSU പരാതിയുമായിട്ട് ഈ വകുപ്പിൽ തന്നെ ഏറ്റവും ആഴങ്ങളിൽ ഇറങ്ങിയിട്ട് ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാർ വകുപ്പിലുണ്ട് അവരെ പുറത്താക്കി പുറത്തുള്ള ആളുകളെ കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഉയർന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ഈ അധ്യാപികമാര് ഇവിടെ ബൈപ്പാസിൽ തന്നെ കച്ചവടം നടത്തിയിട്ട് ബന്ധപ്പെട്ടു. അവര് ഇവിടെ ഈ വെക്കേഷൻ കാലയളവിൽ പേരാമ്പ്ര ബൈപ്പാസിൽ ബൺമസ്ക ആ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ട്രെൻഡായ കച്ചവടങ്ങൾ പോലും നടത്തി ഒരുപാട് ആളുകളെ വലയിലാക്കി എന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത്. അതിന്റെ മറവിലാണ് ലഹരി കച്ചവടം നടത്തുന്നുള്ളതാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പേരാമ്പ്ര ബൈപ്പാസിൽ EMS ജംഗ്ഷന് സമീപത്ത് അവർ ചെറിയ രീതിയിലുള്ള മൺമസ്ക് കച്ചവടമൊക്കെ ആയിട്ട് ഇതിൽ കീർത്തന എന്ന് പറയുന്ന ആളാണ് അതിന് നേതൃത്വം നൽകിയത്. ആദ്യം അറസ്റ്റിലായ ആളാണ് ആ ബൺമസ്ക് കച്ചവടം എന്ന് നമ്മൾ സംശയിക്കുന്നു. ഇപ്പൊ ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരറ്റം ഇതിന്റെ ഒരു മൂലകേന്ദ്രം ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ ചുമതല ഉണ്ടായിരുന്ന കോർഡിനേറ്ററെ പെട്ടെന്ന് തന്നെ റിലീവിന്റെ സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് നമ്മുടെ വിദ്യാർത്ഥി സംഘടന KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ നടത്തിയ സമരം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉന്നയിച്ച ഒരു ആവശ്യമായിരുന്നു ഇവിടുത്തെ ജീവനക്കാരുടെ സാമ്പത്തികമായ ഓഡിറ്റിങ്ങും ഇവിടെയുള്ള ആരെല്ലാണോ ഈ കാലയളവിൽ പണിയെടുത്ത് അവരൊക്കെ അന്വേഷണം വരുത്തി കൊണ്ടുവരാന്നുള്ളത്. അപ്പം ഈ കഴിഞ്ഞ 3 വർഷവും ഇവർക്ക് വേണ്ടി ഇവരെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു നിലപാട് എടുത്തതായിട്ടാണ് നമ്മൾ സംശയിക്കുന്നത്. കാരണം യാതൊരുവിധ പരാതികളും ഒരു ആക്ഷനും എടുക്കാത്ത ഒരു BPC ആയിരുന്നു പേരാമ്പ്ര BRCയിൽ ഉണ്ടായിരുന്നത്. അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായിട്ട് നമ്മൾ സമരം ചെയ്യുകയും അവരെ തൽസ്ഥാനത്ത് മാറ്റാനുള്ള ഒരു തീരുമാനമാണ് SSKയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. നടപടി എന്നുള്ള നിലയിലേക്ക് ഇപ്പോഴും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ സെക്രട്ടറിക്കും വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ അവരെ കൂടി വകുപ്പ് തല അന്വേഷണം കൂടി പ്രഖ്യാപിച്ച് അവരുടെ പ്രവൃത്തിയിൽ ഒരു സുതാര്യത വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യമാണ്. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമുള്ള ആശങ്ക ആ അന്വേഷണം നടപ്പിലാക്കുന്നതിലൂടെ പരിഹരിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിനോട് നമ്മൾ ഇന്ന് പരാതിയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അധ്യാപികമാർ പഠിപ്പിച്ച കുട്ടികളുടെ കാര്യത്തിൽ അതാണ് പറഞ്ഞത്. അവിടെ രക്ഷിതാക്കൾക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ആരെല്ലാം കരിയർ ആക്കിയോ ആക്കിയിട്ടില്ലേ ഒന്നും നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കാരണം പേരാമ്പ്രയിൽ ഇതിനു മുമ്പും കുറെ കാര്യങ്ങൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ജില്ലാ കലോത്സവത്തിനിടെ ഇവിടെ വലിയൊരു ലഹരി മരുന്ന് വേട്ട ഒരു 5-6 വർഷം മുമ്പ് നടന്നിരുന്നു. അതൊക്കെ ഒരു സാധാരണ സംഭവമായിട്ട് മാറിയാണ്. ഇപ്പൊ അതൊരു അസാധാരണ സംഭവങ്ങളിലേക്ക് മാറിയാണ്. രക്ഷിതാക്കളൊക്കെ വലിയ ആശങ്കയിലാണ്. അത് പരിഹരിക്കാൻ വകുപ്പ് തല അന്വേഷണം തന്നെ നടപ്പിലാക്കി എല്ലാ ടീച്ചർമാരെയും BRCയുടെ സുതാര്യത തിരിച്ചുകൊണ്ടുവരണമെന്നാണ് കേസിന്റെ ആവശ്യം. പേരാമ്പ്ര BRCയിലെ 3 അധ്യാപികമാരാണ് ഇപ്പോൾ നിലവിൽ പോലീസിന്റെയും ഡാൻസാപ്പ് സംഘത്തിന്റെയും കസ്റ്റഡിയിലായിട്ടുള്ളത്. കീർത്തന എന്ന് പറഞ്ഞൊരു അധ്യാപികയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് അവരിൽ നിന്ന് ലഭിച്ച ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാവ്യ എന്ന് പറഞ്ഞ മറ്റൊരു അധ്യാപികയെ അറസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ ദിവസം മീഷ്മ എന്ന് പറഞ്ഞ 3ാമതൊരു അധ്യാപികയെ കൂടി പേരാമ്പ്ര BRCയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്റെ ഈ പിറകിൽ കാണുന്ന പേരാമ്പ്ര പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് പേരാമ്പ്ര BRCയും പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവിടെയുള്ള അധ്യാപികമാരുടെ കാര്യവും
വലിയ കഷ്ടമാണ്. അവിടെ ഇപ്പോൾ ഇന്ന് ജോലിക്കെത്തിയ അധ്യാപകന്മാരൊക്കെ വലിയ വിഷമത്തിലാണ്. തങ്ങൾക്കൊപ്പമുള്ളവർ ഇങ്ങനെ വലിയ ലഹരി സംഘത്തിന്റെ കണ്ണികളായ കാര്യം തങ്ങൾ അറിഞ്ഞില്ല എന്നുള്ളൊരു വിഷമമാണ് അവർ പറയുന്നത്. നിലവിലിപ്പോൾ ഇവിടെ പേരാമ്പ്ര BRCയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരുണ്ട്, അതായത് ഇന്നും കൂടി ജോലിക്ക് എത്തിയിരിക്കുന്ന അധ്യാപകരുണ്ട്. അവർ വലിയ വിഷമത്തിലാണ്. തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നവരാണ് ഇത്തരത്തിൽ ഈ കേസിൽ അകപ്പെട്ടിരിക്കുന്നത്, അത് തങ്ങളെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്നും അവർ പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇതോടുകൂടി പൊതുസമൂഹത്തിനിടയിൽ തങ്ങൾക്ക് വലിയൊരു അവമതിപ്പുണ്ടായി എന്നുള്ളൊരു വിഷമം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. എന്തു തന്നെയാലും കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. KSU ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ പറയുന്ന കാര്യം, ഈ അറസ്റ്റിലായ 3 പേർ കേവലം ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. അതിന്റെ താഴെ ഒരു വലിയ ചങ്ങല തന്നെ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് പോലീസും ഈ കാര്യത്തെ കാണുന്നത്. പോലീസും കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന്റെ കുറ്റക്കാരെ എല്ലാം തന്നെ പിടികൂടണം എന്നുള്ളൊരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. 3 അധ്യാപികമാരെയും അതോടൊപ്പം തന്നെ കണ്ണൂർ ഇരിട്ടി സ്വദേശിയായ ജിജിൻ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ഡെലിവറി ബോയിയെയും ഈ ലഹരി കടത്ത കേസുമായി ബന്ധപ്പെട്ട പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞെട്ടിക്കുന്ന വിവരം. ഇവരുടെ ഈ സംഘത്തിലെ മുഖ്യ കണ്ണി എന്ന് സംശയിക്കുന്ന ഒരു വയനാട് സ്വദേശിയെ കുറിച്ച് വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അയാളെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പോലീസിൽ നിന്ന് വരും നിമിഷങ്ങളിൽ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.